അപ്പം നിങ്ങൾക്ക് സംഗതി എന്താണെന്ന് മനസ്സിലായിട്ടുണ്ടാവുമല്ലോ. ഞാനും ഉണ്ടാക്കി ഫുൾ ജാർ സോഡ. എല്ലാവർക്കും ലിറ്റിൽ ഗ്രേസിൽസിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം. നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണോ? എൻ്റെ പേര് തുളസി. അപ്പോൾ നമ്മുടെ ഫുൾ ജാർ സോഡൻ്റെ രണ്ടാമത്തെ എപ്പിസോഡ് കറ്റാർവാഴയും ചെറുനാരങ്ങാനീരും കൂടിയുള്ള ഒരു ഫുൾ ജാർ സോഡയും, പിന്നെ രണ്ടാമത്തത് നമ്മുടെ മുസമ്പി ഉപയോഗിച്ചിട്ടുള്ള ഒരു ഫുൾ ജാർ സോഡയും. അടുത്ത എപ്പിസോഡ് എന്ന് പറയുന്നത് കുറച്ച് എന്താ പറയുക, എനിക്കൊരു അബദ്ധം പറ്റിപ്പോയ ഒരു എപ്പിസോഡാണ്. അടുത്ത എപ്പിസോഡിൽ നമുക്ക് ഗസ്റ്റ്, അതായത് ടേസ്റ്റ് ചെയ്യാൻ വരുന്നത് അച്ഛനാണ്. അപ്പോൾ ഞാൻ ഉണ്ടാക്കിയിട്ട് അച്ഛനെ വിളിക്കും. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാൻ തുടങ്ങാം. മുസമ്പി ഫ്ലേവർ ആയിട്ടുള്ള ഫുൾ ജാർ സോഡ ഉണ്ടാക്കാൻ ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. മുസമ്പി ജ്യൂസ്, കസ്കസ് വെള്ളത്തിലിട്ട് കുതിർത്തത്, ഉപ്പ്, പൊടിയുപ്പാണ് എടുത്തിട്ടുള്ളത്, പിന്നെ പഞ്ചസാര സിറപ്പാക്കിയത്, പിന്നെ പുതിനയില ജ്യൂസാക്കിയത്, അതുപോലെ ഇഞ്ചിയും പച്ചമുളകും ജ്യൂസാക്കിയത്. അപ്പോൾ മുമ്പത്തെ വീഡിയോയിൽ ഞാൻ കശകശാന്ന് പറഞ്ഞിട്ട് എല്ലാവരും എന്നെ കളിയാക്കി. അപ്പോൾ അത് എന്തായാലും തെറ്റ് തിരുത്തി തന്നതിൽ താങ്ക്സ്. മുസമ്പി ജ്യൂസ് മാത്രമേ ഇതിൽ വ്യത്യാസമായിട്ടുള്ളൂ. ബാക്കിയുള്ളതൊക്കെ എന്ന് വെച്ചാൽ നമ്മളെ മുമ്പത്തെ വീഡിയോയിലുള്ള സാധനങ്ങളൊക്കെ തന്നെയാണ്. ഇപ്പം നമ്മൾ വൈൻ ഗ്ലാസ് എടുത്ത് അതിലേക്ക് ഞാൻ 1.5 ടേബിൾ സ്പൂൺ മുസമ്പി ജ്യൂസ് ആണ് ആദ്യം ഒഴിച്ചു കൊടുക്കുന്നത്. അടുത്തതായിട്ട് നമുക്ക് പഞ്ചസാര സിറപ്പ് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ അത് നമുക്ക് എത്ര മധുരം വേണോ അത്രയും ചേർക്കാം. ഇഞ്ചിനീരും പച്ചമുളകിൻ്റെ ജ്യൂസും ഓരോ ടീസ്പൂൺ വീതമാണ് ഞാൻ ഇതിൽ ചേർക്കുന്നത്. പിന്നെ പുതിന ഒരു 1/2 ടീസ്പൂണേ ഇടുന്നുള്ളൂ. കാരണം പുതിനേൻ്റെ ടേസ്റ്റ് എനിക്ക് അത്രയ്ക്ക് ഇഷ്ടമല്ല മീൻസ് ഭയങ്കര കുത്തുന്ന ടേസ്റ്റ് ആവുന്നത് എനിക്കിഷ്ടമല്ല. അപ്പോൾ കുറച്ച് ഞാൻ ചേർത്തിട്ടുണ്ട്. അപ്പോൾ നമ്മളെ വൈൻ ഗ്ലാസിൻ്റെ ബാക്കിയുള്ള ആ സ്പേസ് നിറയുന്നവരെ കസ്കസ് ഇട്ട് കൊടുക്കുകയാണ്. ഇനി ചെയ്യാനുള്ള എന്താണെന്ന് വെച്ചാൽ ഞാനിതൊന്ന് ഇളക്കിയിട്ട് അതിൻ്റെ ടേസ്റ്റ് ഒന്ന് നോക്കട്ടെ. എല്ലാം പാകത്തിനാണോ എന്നൊന്ന് അറിയണമല്ലോ. അപ്പോൾ കുഴപ്പമില്ല. ഇനി എന്താണെന്ന് വെച്ചാൽ ഷുഗർ സിറപ്പ് ഞാൻ നമ്മുടെ വലിയ ഗ്ലാസ്സിൽ ഒഴിക്കുന്നുണ്ട്. അതുകൂടാതെ തന്നെ കസ്കസും. അപ്പോൾ അതും ഇട്ട് കൊടുക്കുകയാണ്. എന്നിട്ട് നമ്മുടെ കുഞ്ഞു ഗ്ലാസ്സിൽ ഉപ്പിട്ടിട്ടുണ്ടായിരുന്നില്ല, അപ്പോൾ കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുക്കുകയാണ്. ഒന്നുകൂടി നന്നായിട്ട് പറയണമെന്നുണ്ടെങ്കിലേ നമ്മുടെ വലിയ ഗ്ലാസ്സിലും കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കാം കേട്ടോ. അത് വേണമെന്നില്ല. അപ്പോൾ നമ്മുടെ സോഡ ഞാൻ ഒഴിച്ചു. അപ്പോൾ ഞാൻ വൈൻ ഗ്ലാസ് ഇട്ടിരിക്കുകയാണ് സുഹൃത്തുക്കളെ. അപ്പോൾ എല്ലാവർക്കും വേണ്ടിയിട്ട് ഞാൻ തന്നെ ഇത് കുടിക്കാം. അപ്പോൾ അച്ഛന് വേണ്ടിയിട്ടുള്ള ഫുൾ ജാർ സോഡയാണ് ഇനി ഉണ്ടാക്കാൻ പോണത്. അപ്പോൾ കറ്റാർവാഴയാണ് അതിൽ മെയിൻ ഇൻഗ്രീഡിയൻറ്റ്. അപ്പോൾ അത് ഞാൻ 1 ടേബിൾ സ്പൂൺ ആദ്യം വൈൻ ഗ്ലാസ്സിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ വീഡിയോ എടുത്തത് കുറച്ച് ശരിയായിട്ടില്ല, എല്ലാവരും ക്ഷമിക്കണം. ഇനി അതിലേക്ക് 1 ടീസ്പൂൺ നാരങ്ങ, അതായത് ചെറുനാരങ്ങ നീര്. പിന്നെ ഇതിൽ ചേർക്കാൻ പോകണമെന്ന് വെച്ചാൽ പഞ്ചസാര സിറപ്പ് ചേർക്കുന്നില്ല, ബാക്കിയെല്ലാം ചേർക്കുന്നുണ്ട്. ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട്, പുതിന, നമ്മുടെ പച്ചമുളക്, ഇഞ്ചി ഇതൊക്കെ ജ്യൂസാക്കിയത്, പിന്നെ കസ്കസ് ഇതെല്ലാം ഇടുന്നുണ്ട്. ഷുഗർ സിറപ്പ് മാത്രം ചേർക്കുന്നില്ല. വലിയ ഗ്ലാസ്സിലും ഞാൻ കസ്കസ് 1 ടേബിൾ സ്പൂൺ ഇട്ടിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അച്ഛനെ വിളിക്കാം. അപ്പോൾ നമ്മുടെ അടുത്ത ജാർ സോഡ കുടിക്കുന്ന ആൾ വന്നിട്ടുണ്ട്. ഇത് ഇതുവരെ കുടിക്കാത്ത ഒരാളാണ്, അതുകൊണ്ട് എങ്ങനെയുണ്ട്? എന്താന്ന് വെച്ചാല് ഞാൻ കരുതി അച്ഛന് അതിൻ്റെ സംഭവം അറിയാമെന്നാണ്, ഫുൾ ജാർ സോഡ എന്താന്നുള്ളതൊക്കെ. അപ്പോൾ ഇതൊന്നും അറിയാത്ത ഒരാളാണ് എന്നുള്ളത് അറിയാൻ കുറച്ച് വൈകിപ്പോയി. കാരണം അച്ഛൻ യൂട്യൂബിൽ വീഡിയോസൊക്കെ കാണുന്ന ഒരാളാണ്. അപ്പോൾ അച്ഛൻ അതിൻ്റെ വീഡിയോസ് കണ്ടിട്ടുണ്ടാവും എന്നാണ് ഞാൻ വിചാരിച്ചത്. പക്ഷെ അച്ഛൻ കണ്ടിട്ടില്ല എന്നുള്ളത് എനിക്ക് മനസ്സിലായി. അച്ഛൻ സംഭവത്തിൻ്റെ നോട്ടിഫിക്കേഷനൊക്കെ കണ്ടിട്ടുണ്ട്, പക്ഷേ സംഭവം വീഡിയോ അച്ഛൻ നോക്കിയിട്ടുണ്ടായിരുന്നില്ല. അവൻ്റെ പാവ അച്ഛൻ ഫുൾ ജാർ സോഡ കുടിച്ചിട്ടില്ല, സോഡയെ കുടിച്ചിട്ടുള്ളൂ. അപ്പോൾ അച്ഛന് ഇതൊന്നും അറിയില്ല. അപ്പോൾ അതുകൊണ്ടാണ് അങ്ങനെ ഒരു ഇത് പറ്റിയത്. എന്നാലും കുഴപ്പമില്ല.
പക്ഷെ അച്ഛന് സംഭവം ഇഷ്ടമായി. അപ്പോൾ നിങ്ങൾക്ക് ഞങ്ങളുടെ ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക. ഏത് പോലീസുകാരനൊരു അബദ്ധം പറ്റുമല്ലോ, അതുപോലെ എനിക്കൊരു അബദ്ധം പറ്റിയെന്നേ ഉള്ളൂ. പിന്നെ പുതിയതായിട്ട് ആരെങ്കിലും വന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ പുതിയ എപ്പിസോഡായിട്ട് കാണുന്നവരെ ബൈ.